our channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ തലശ്ശേരിക്കാരുടെ സ്വന്തം തരി ബിരിയാണി. തരി എന്ന് പറയുന്ന റവ സെമോലിന എന്നൊക്കെ പറയല്ലോ, അതാണ് തരി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ റെസിപ്പിയാണ്. എനിക്കറിയില്ല കേട്ടോ ഇത് വേറെ ഏതെങ്കിലും നാട്ടിലുണ്ടോ, നിങ്ങളുടെ ഫേമസ് ആണോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത് ഫേമസ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ, എനിക്ക് കറക്റ്റ് അറിയില്ല. റവ എന്ന് പറയുന്ന എല്ലാവരും വീട്ടിലുണ്ടാവും ചെയ്യും, നമുക്ക് സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പം വിചാരിക്കും ഇതെന്താ ഇത് ഉപ്മാവോ ബീഫ് ഉപ്മാവോ എന്ന് വിചാരിക്കും. പക്ഷെ ഇതൊരു തവണയെങ്കിലും ട്രൈ ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാവും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്, വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ല, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷന്റെ പ്രശ്നം ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, കമന്റ് വഴി അയക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് നമ്മുടെ നിധാഷാസ് കിച്ചൺ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന്റെ പ്രശ്നം മാറിക്കിട്ടും. കാരണം ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇത്ത ചാനൽ നിർത്തിയോ, എന്താ ഇപ്പം വീഡിയോസ് ഇടാതെ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഞാൻ ചാനൽ നിർത്തിയിട്ടില്ല, വീഡിയോസ് ഇടാണ്ടുമില്ല. ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ ഇടവിട്ട് ഗ്യാപ്പ് വരാറുണ്ട്, അല്ലെങ്കിൽ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ എന്നിട്ടും ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് നിധാഷാസ് കിച്ചണിന്റെ ചാനലൊന്ന് പേരൊന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കുക കേട്ടോ. അപ്പൊ വീഡിയോസ് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു തരി ബിരിയാണിക്ക് അല്ലെങ്കിൽ റവ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ബിരിയാണി മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ബീഫ് കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുക്കറിലാണ് മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ കുക്കർ വെച്ച് കൊടുത്തിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ഓയിൽ അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 2 സവാള ഇതുപോലെ നീളത്ത് കട്ട് ചെയ്തിട്ടാണ്, നീരതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ബിരിയാണി മസാലയാണല്ലോ റെഡിയാക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾ ബീഫ് കൊണ്ടല്ല ചെമ്മീനോ അതുപോലെ തന്നെ ചിക്കനോ വെച്ചിട്ട് ഈ ഒരു തരി ബിരിയാണി തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പാനിൽ തന്നെ മസാല റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. കാരണം ബീഫ് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അതാകുമ്പോൾ കുക്കറിലാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റുമല്ലോ. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സവാള നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഓവർ വഴന്ന് ആ ഒരു വെള്ളം വരുന്ന രീതിയിലൊന്നും ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഒരു പകുതി ഭാഗത്തോളം സവാള ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ സവാള കണ്ടില്ല, പകുതിയോളം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടി ഒരു 3-3.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും, ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓവർ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ബിരിയാണി മസാലയ്ക്ക് ഒരിക്കലും ചേർക്കരുത്, അപ്പോൾ ടേസ്റ്റ് ആകപ്പാടെ മാറിപ്പോകും. ഇനി നമുക്കിത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ബിരിയാണി മസാല ആയതുകൊണ്ട് തന്നെ തക്കാളി നല്ല പഴുത്ത തന്നെ ചേർക്കണം, എങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ ഏതാണ്ട് ഒരു പകുതി ഭാഗത്തോളം വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു 400 ഗ്രാം അളവിൽ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലും നെയ്യും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ബീഫിനൊക്കെയാണ് ഇതുപോലെ തന്നെ എല്ലൊക്കെ ഉള്ള കഷ്ണങ്ങളാണ് കേട്ടോ ഈ ഒരു ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം ബീഫ് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. വേറെ പൊടികളും കാര്യങ്ങളൊന്നും ഇതിൽ ചേർക്കരുത്, കാരണം നമ്മൾ ബിരിയാണിക്കൊക്കെ നോർമലി ചേർക്കുന്ന മസാലകൾ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബീഫും ഈ സവാളയും തക്കാളിയും പൊടികളൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടണം. ഒരു 1-2 മിനിറ്റ് വരെ നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ കുറച്ച് സവാള വഴറ്റുന്ന സമയത്ത് മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ, അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ അളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ, മല്ലിയിലൊക്കെ. പക്ഷേ തരി ബിരിയാണിക്ക് കുറച്ച് മല്ലിയില അധികം ചേർക്കുന്നത് നല്ലതാണ്, പക്ഷെ നമ്മൾ ലാസ്റ്റ് ബിരിയാണി വെക്കുന്ന സമയത്തും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 4-5 വിസിൽ മാത്രമാണ് ഞാൻ അടിക്കുന്നുള്ളൂ. അപ്പോഴേക്കന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങളെ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് വ്യത്യാസം വരുവേ. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല മസാല റെഡിയാക്കുമ്പോൾ. കാരണം നമ്മൾ ബിരിയാണിക്കുള്ള മസാലയല്ലേ റെഡിയാക്കുന്നത്, കറിയല്ലല്ലോ. അതുകൊണ്ട് വെള്ളം തീരെ ചേർക്കരുതേ. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അടുപ്പ് തുറന്ന് നോക്കാം. കണ്ടില്ല, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ഈ ഒരു മസാലയിൽ കുറച്ച് വെള്ളം ബീഫിൽ നിന്നൊക്കെ ഇറങ്ങി വരുമല്ലോ, അതുപോലെ വെള്ളമൊക്കെ കാണുകയാണെങ്കിൽ ആ വെള്ളമൊന്ന് വറ്റിച്ചെടുക്കണേ, പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണേ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അങ്ങനെ വെള്ളമൊന്നും പറയാൻ മാത്രമൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ചില ബീഫിലില്ല, നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ നമുക്കിനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് തരി ബിരിയാണി റെഡിയാക്കുമ്പോൾ മെയിനായിട്ട് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തരി അതായത് റവ എപ്പോഴും വറുത്തിട്ട് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. എങ്കിലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ വിട്ട് നല്ല രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഉപ്പുമാവിനൊക്കെ വറുക്കുന്ന സെയിം രീതി തന്നെ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് തരിയാണ് വറുത്തെടുക്കുന്നതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ വറുത്ത റവയാണെങ്കിൽ പിന്നെ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെതിപ്പോൾ വറുക്കാതെ റവ ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് വറുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത് കാണിച്ചു തരുന്നില്ല, കാരണം വെറുതെ വീഡിയോ ലെങ്ത് ആക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഞാനിനി ഇത് വറുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് തരി ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു വലിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. 6 kg ആണ്. 6 kg അല്ലെങ്കിൽ ഗീ എന്നൊക്കെ പറയുമല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യാണ് ഈ ഒരു ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറും മണവും ടേസ്റ്റും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ഓയിൽ ഒട്ടും ഒഴിക്കുന്നില്ല. ബിരിയാണി വെക്കുന്ന സമയത്ത് മുഴുവനായിട്ട് നെയ്യിൽ തന്നെ ചെയ്യുന്നത്. നിങ്ങൾക്ക് നെയ്യ് ചിലവർക്ക് അതിൻ്റെ ഫ്ലേവർ ഓവർ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഓയിൽ ഒഴിക്കുക കേട്ടോ. അത് നിങ്ങൾ ഓയിലും നെയ്യും അങ്ങനെ പകുതിയായിട്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ചെറിയ പീസ് പട്ട, ഒരു 1-2 ഏലക്കായ, ഒരു 3-4 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് ബേ ലീഫ്, നമ്മൾ ബിരിയാണിക്കൊക്കെ നോർമലി ഇടുന്ന സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബിരിയാണിയുടെ മസാല ഉണ്ടല്ലോ, കുക്കറിൽ വേവിച്ച് വെച്ചാൽ, അപ്പോൾ അത് ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് തട്ടിക്കൊടുക്കാം. അപ്പോൾ കണ്ടില്ല, ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലേ മസാലയിൽ. എന്നിട്ട് നന്നായിട്ട് നെയ്യിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തരി ബിരിയാണിക്ക് ഏറ്റവും നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളത്തിൻ്റെ അളവാണ് കേട്ടോ. അത് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ബിരിയാണി വെച്ചാൽ റെഡിയാവില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 കപ്പ് റവ എടുത്തത് കൊണ്ട് 3 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതായത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ആ 3 കപ്പിൽ ഞാൻ 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. ബാക്കി 2 കപ്പ് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 2 കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ കളർ ചെറിയൊരു വ്യത്യാസമില്ല, അത് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കപ്പ് തന്നെ എടുത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ വെള്ളത്തിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവേണ്ടത് ഇപ്പോൾ അത്യാവശ്യം കളറുണ്ട് മഞ്ഞ. അഥവാ നിങ്ങളുടെ മഞ്ഞൾ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ. ഒരു യെല്ലോ കളറായിട്ടാണ് ഈ ബിരിയാണി വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര് പുളി ചെക്ക് ചെയ്തിട്ട് ആവശ്യമുള്ളതിനനുസരിച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. എൻ്റെ ഇതിപ്പോൾ തക്കാളി അത്യാവശ്യം പുളിപ്പുള്ള സൈസായിരുന്നു ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങ നീര് ചേർക്കുന്നില്ല, കാരണം പുളിപ്പുണ്ട് അത്യാവശ്യം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള റവ ഉണ്ടല്ലോ, അത് ഇതുപോലെ കുറച്ചായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുക്കും തോറും ഇതുപോലെ ഇളക്കിക്കൊണ്ട് നിൽക്കണേ, അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ കട്ട പിടിച്ചു പോകും. ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക.
അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വെള്ളമൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇതിന് മിക്സ് ചെയ്ത് നമ്മളൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വന്നോളൂ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ കുഴഞ്ഞ പോലെയാവും. ഇപ്പോൾ ഭയങ്കര ഓവർ നനവായിട്ട് നിങ്ങൾക്കറിയാലോ, ഉപ്മാവ് തന്നെ കുറച്ചൊരു വെള്ളം അധികമായി കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴഞ്ഞ പോലെയല്ല ഉണ്ടാവുക. അപ്പോൾ ബിരിയാണിക്ക് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വെള്ളമൊക്കെ പാകമാണ്. ഇനി ഞാനിത് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. കറക്റ്റ് 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇത് 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടപ്പ് തുറന്നിട്ടുണ്ട്. കണ്ടില്ല, നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇളക്കി കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. 1-2 സ്പൂണ്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിയില നിർബന്ധമാണ്, നെയ്യും ഇതുപോലെ നിർബന്ധമായിട്ട് ചേർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, ഒട്ടും വെള്ളം ഒന്നുമില്ലല്ലോ, പാകത്തിനായിട്ടുണ്ട്. അതാണ് ഈ ഒരു രീതിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ഒരു വേറിട്ട് നിൽക്കുന്ന പോലെ ഇല്ല, കുഴഞ്ഞ രീതിക്കല്ലല്ലോ ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ റെസിപ്പി അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും റവ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലേ. അപ്പോൾ ചിക്കനോ ബീഫോ ചെമ്മീനോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ത് വെച്ചിട്ടും ചെയ്യട്ടെ. ഞാനിപ്പം ബീഫ് ആയതുകൊണ്ട് കുക്കറിൽ വെച്ചതേ ഉള്ളൂ. ചിക്കനും ചെമ്മീനും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വേറെ തന്നെ പാനിൽ മസാല ആക്കിയാലും മതി, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ കാണുമ്പോൾ ആയിരിക്കും ഉപ്മാവ് ബീഫിൽ മിക്സ് ആക്കിയ പോലെ ഉണ്ടല്ലോ, പക്ഷെ അങ്ങനെയൊന്നുമല്ല. നല്ല ബിരിയാണി ടേസ്റ്റ് തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്